യൂട്യൂബ് വ്യൂസ് 300-400-ൽ കുടുങ്ങിയോ? ഈ മിസ്റ്റേക്ക് ഒഴിവാക്കിയാൽ മാറ്റം കാണാം. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വ്യൂസ് 100, 200, 300 അതിനപ്പുറം പോകുന്നില്ലേ? സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. നല്ല കണ്ടന്റ് ഉണ്ടാക്കിയിട്ടും ആളുകൾ വീഡിയോ കാണുന്നില്ലേ? എങ്കിൽ പ്രശ്നം നിങ്ങളുടെ കണ്ടന്റ് മാത്രമായിരിക്കണമെന്നില്ല. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന 5 ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് തടയുന്നത്. അതിൽ ഏറ്റവും അപകടകരമായ മിസ്റ്റേക്ക് 5-ാമത്തേതാണ്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ എന്തൊക്കെ മാറ്റണം എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. മിസ്റ്റേക്ക് 1, ടൈറ്റിൽ ആൻഡ് തമ്പനെയിൽ. ആദ്യത്തെ വലിയ മിസ്റ്റേക്ക് ടൈറ്റിലും തമ്പനെയിലും. നിങ്ങളുടെ വീഡിയോ എത്ര നല്ലതായാലും ആളുകൾ ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ യൂട്യൂബ് അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധ്യത കുറയും. ഉദാഹരണത്തിന് BSc നഴ്സിംഗ് അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന ടൈറ്റിൽ സാധാരണയായി തോന്നാം. പകരം BSc നഴ്സിംഗ് പഠിച്ചാൽ 2026-ൽ എത്ര സാലറി കിട്ടും എന്ന രീതിയിൽ വ്യൂവേഴ്സിൻ്റെ ക്യൂരിയോസിറ്റി ഉണർത്താം. തംബ്നെയിൽ ഒരുപാട് ടെക്സ്റ്റ് നിറയ്ക്കരുത്. ഒരു പ്രധാന ചിത്രം പ്ലസ് 3 മുതൽ 5 വാക്കുകൾ വരെ വ്യക്തമായ ഇമോഷൻ. ഇതാണ് കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സഹായിക്കുന്നത്. ഓർക്കുക, തംബ്നെയിൽ ജോലി ചെയ്യുന്നത് ക്ലിക്ക് നേടാനാണ്. വീഡിയോ ജോലി ചെയ്യുന്നത് വ്യൂവേഴ്സിനെ പിടിച്ചിരുത്താനാണ്. മിസ്റ്റേക്ക് 2, ഇൻട്രൊഡക്ഷൻ വളരെ നീളുന്നു. 2-ാമത്തെ മിസ്റ്റേക്ക് വീഡിയോയുടെ തുടക്കം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇങ്ങനെ 20 to 30 സെക്കൻഡ് വരെ എടുത്താൽ പല വ്യൂവേഴ്സും ഇതിനകം വീഡിയോ പോയേക്കാം. പകരം ആദ്യത്തെ 5-10 സെക്കൻഡിൽ തന്നെ വ്യൂവേഴ്സിന് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്ന് പറയുക. ഉദാഹരണം, നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ 300 വ്യൂസ് കടക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന 3 കാര്യങ്ങൾ ഇന്ന് തന്നെ മാറ്റി നോക്കൂ. വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകണം. എന്താണ് ആ 3 കാര്യങ്ങൾ? ആ ചോദ്യം തന്നെയാണ്, വ്യൂവർ നിങ്ങളെ കാണാൻ വന്നതല്ല, അവർ വന്നത് ഒരു ആൻസർ കിട്ടാനാണ്. അതുകൊണ്ട് ആദ്യം 30 സെക്കൻഡിൽ തന്നെ ചെറിയൊരു വാല്യൂ കൊടുക്കുക. പിന്നെ പറയാം, പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന്, നിങ്ങൾ +2 കഴിഞ്ഞുള്ള മികച്ച കോഴ്സ് എന്ന വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു കോഴ്സ് പറഞ്ഞിട്ട് അതിൻ്റെ സാലറി അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ, എന്നാൽ ഈ ലിസ്റ്റിലെ 3-ാമത്തെ കോഴ്സ് പലർക്കും അറിയാത്തതാണ് എന്ന് പറയാം. വ്യൂവർ സ്വാഭാവികമായി അടുത്ത ഭാഗത്തേക്ക് പോകും. മിസ്റ്റേക്ക് 4, ബോറിംഗ് എഡിറ്റിംഗ്. 4-ാമത്തെ മിസ്റ്റേക്ക് വീഡിയോയിൽ വിഷ്വൽസ് ചേഞ്ച് ഇല്ലാത്തത് ആണ്. 7 മിനിറ്റ് മുഴുവൻ ഒരേ ഷോട്ട്, ഒരേ ബാക്ക്ഗ്രൗണ്ട്, ഒരേ വോയിസ്. വ്യൂവേഴ്സിന് ബോറിംഗ് ആയി തോന്നാം. പ്രൊഫഷണൽ എഡിറ്റിംഗ് എന്നത് വലിയ എഫക്റ്റ് ഇടുന്നതല്ല, ശരിയായ സമയത്ത് ശരിയായ വിഷ്വൽസ് നൽകുന്നതാണ്. ഫ്രീ എഡിറ്റിംഗ് ആപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാം. ഇവിടെ സബ്സ്ക്രൈബ് റിക്വസ്റ്റ് മാത്രമല്ല, നെക്സ്റ്റ് വീഡിയോയിലേക്കുള്ള ക്യൂരിയോസിറ്റിയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫ്രീ പ്രൊഫഷണൽ എഡിറ്റിംഗ് ഫോർമുല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം, ഫ്രീ ആയി പ്രൊഫഷണൽ സ്റ്റൈലിൽ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എക്സ്പെൻസീവ് സോഫ്റ്റ്വെയർ നിർബന്ധമില്ല, മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യാം. ഒരു സിമ്പിൾ ഫോർമുല ഫോളോ ചെയ്യൂ. സ്റ്റെപ്പ് 1, ആദ്യം അൺനെസസറി പാസസ് കട്ട് ചെയ്യുക. 2, വോയിസ് ക്ലിയർ ആക്കുക. 3, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ലോ വോളിയത്തിൽ മാത്രം ഉപയോഗിക്കുക. സ്റ്റെപ്പ് 4, പ്രധാനപ്പെട്ട വേർഡ്സ് സ്ക്രീനിൽ ടെക്സ്റ്റായി കാണിക്കുക. 5, ഓരോ കുറച്ച് സെക്കൻഡിലും വിഷ്വൽ ചേഞ്ച് വരുത്തുക. സ്റ്റെപ്പ് 6, ഇമ്പോർട്ടൻ്റ് മൊമെൻറ്റിൽ സൂം, ഇമേജ്, ബി-റോൾ, ടെക്സ്റ്റ് എന്നിവ ഉപയോഗിക്കുക. സ്റ്റെപ്പ് 7, അവസാനം സ്ട്രോങ് CTA നൽകുക. പ്രൊഫഷണൽ വീഡിയോയുടെ സീക്രട്ട്: ഗുഡ് സ്ക്രിപ്റ്റ് പ്ലസ് ക്ലീൻ ഓഡിയോ പ്ലസ് ഫാസ്റ്റ് പാസിംഗ് പ്ലസ് യൂസ്ഫുൾ വിഷ്വൽസ് ആണ്. ഇതെല്ലാം ഉപയോഗിക്കുന്നവർക്ക് നല്ല വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും.
റീടെൻഷൻ കൂട്ടാനുള്ള സീക്രട്ട്. ഇനി ഒരു ചെറിയ സീക്രട്ട് പറയാം. നിങ്ങളുടെ വീഡിയോയിൽ ഓരോ 30-45 സെക്കൻഡിലും ഓരോ പാറ്റേൺ ഇൻട്രപ്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. ഇത് പല ക്രിയേറ്റേഴ്സും ശ്രദ്ധിക്കാറില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതായിരിക്കാം, എന്നാൽ ഇതിലും വലിയ ഒരു പ്രോബ്ലമുണ്ട്. ഇത്തരം സെൻറ്റൻസുകൾ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ കൂട്ടും. വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ വീണ്ടും തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. പക്ഷേ ഫേക്ക് സസ്പെൻസ് ഉണ്ടാക്കരുത്. പറയുന്ന കാര്യത്തിന് യഥാർത്ഥ വാല്യൂ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വ്യൂവേഴ്സ് നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോസ് വിശ്വസിക്കുന്നത് കുറയും. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ചെക്ക്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ചെക്ക്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക. തംബ്നെയിൽ കണ്ടാൽ ക്ലിക്ക് ചെയ്യാൻ തോന്നുമോ? ആദ്യത്തെ 10 സെക്കൻഡ് ഇൻട്രസ്റ്റിംഗ് ആണോ? വീഡിയോയിൽ അൺനെസസറി ഭാഗങ്ങൾ ഉണ്ടോ? ആഡിയോ ക്ലിയർ ആണോ? വ്യൂവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും യൂസ്ഫുള്ളായി പഠിക്കാമോ? ഇത് പ്രയോജനപ്പെടുമോ? ഈ 5നും യെസ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. വ്യൂസ് കുറയാൻ ഉടൻ വീഡിയോ ഉപേക്ഷിക്കരുത്.